വളരെ മോയ്സ്റ്റും എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ഇഷ്ടമാകുന്ന ഒരു കേക്കാണ് ക്യാരറ്റ് ആൻഡ് ഡേറ്റ് കേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തത് നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് ആൻഡ് ഡേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഞാൻ മൈമാ സൈമൺ. വെൽക്കം ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്. അപ്പോൾ ക്യാരറ്റ് ആൻഡ് ഡേറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്തിടുക. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി കേക്ക് ടിൻ ലൈൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ബോളിലേക്ക് നമുക്ക് മൈദ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ, ഏകദേശം 150 ഗ്രാം മൈദ ഉണ്ടാവും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ നിറച്ച ഉപ്പ്. ഇതിലേക്ക് നമ്മുടെ ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ സിനമൺ പൗഡർ കൂടെ ചേർക്കാം. ഇപ്പോഴും ക്യാരറ്റ് കേക്കിനോട് നല്ലൊരു കോമ്പിനേഷനാണ് സ്പൈസസ്. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ എല്ലാം മാവുമായിട്ട് നന്നായിട്ട് കമ്പൈൻഡ് ആവണം. വയവസ്കിന് പകരം അരിപ്പയിൽ ഒരു 3 പ്രാവശ്യം തള്ളിയെടുത്താലും മതിയാവും. ഇത് റെഡിയാണ്. ഇത് മാറ്റി വെക്കാം. ഇനി വലിയ ബൗളിലേക്ക് ഓയിൽ ചേർക്കാം. ഞാൻ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഒക്കെ ഉപയോഗിക്കും. വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ ശരിയാകത്തില്ല, ടേസ്റ്റ് ശരിയാകത്തില്ല. 1/2 കപ്പ് ഓയിൽ. ഇതിലേക്ക് 1/2 കപ്പ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ കയ്യിലില്ല എങ്കിൽ നമ്മുടെ സാധാരണ പഞ്ചസാര ചേർക്കാം. അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ഡേറ്റ്സ്. അതിലേക്ക് 1/4 കപ്പ് ഹണി ചേർത്ത് വെക്കാം. ഇങ്ങനെ ഈ മിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മൾ 1 മണിക്കൂറൊക്കെ മുമ്പ് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ്. ഡേറ്റ്സ് നന്നായിട്ട് സോഫ്റ്റ് ആവും. ഓയിലും ബ്രൗൺ ഷുഗറും കൂടെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ചെറുതായിട്ടൊന്ന് ഡിസോൾവ് ആയിട്ടേ ഉള്ളൂ, ഫുള്ളായിട്ട് ഡിസോൾവ് ആയിട്ടില്ല. ഇനി നമുക്ക് ഈ സമയത്ത് 2 മുട്ടയിനകത്തേക്ക് ചേർക്കാം. മുട്ട ചേർക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ മുട്ടയുടെ മണം അറിയാണ്ടിരിക്കാനായിട്ട് എസൻസ് 1 ടീസ്പൂണോളം എസൻസ് ഒഴിച്ചു. അപ്പം നമ്മൾ ഇതിനകത്ത് സിനമൺ പൗഡർ ഉപയോഗിക്കുന്നുണ്ട്. എസൻസ് ഉപയോഗിച്ചില്ലെങ്കിലും വലിയ പ്രോബ്ലം ഇല്ല. എന്നാലും ചിലർക്ക് ആ മുട്ടയുടെ മണം ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പം മുട്ടയുടെ ആ മണം അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ എസൻസ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് മിക്സായി. ഇനി നമുക്കിതിനകത്തേക്ക് ഈ ഡേറ്റ് മിക്സ്ചർ ചേർക്കാം. ഡേറ്റ്സും ഹണിയും കൂടെ. ഇപ്പം ഡേറ്റ്സ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഫൈൻ ചോപ്പ് ചെയ്തേക്കുന്നതാണ്. ഈ മിക്സ്ചർ റെഡിയാണ്. നമുക്കിതിനകത്തേക്ക് ക്യാരറ്റ് ചേർക്കാനായിട്ടുണ്ട്. ക്യാരറ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒരു 3 മീഡിയം സൈസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഏകദേശം 1.5 കപ്പ് നിറച്ചുണ്ടാവും. ഇതൊന്ന് ഫോൾഡിങ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൈദയുടെ മിക്സ്ചർ. മൈദ, സിനമൺ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ്. നമ്മളിവിടെ ഹണി ചേർത്തുകൊണ്ട് കളറും ഒരു കാരമൽ കളർ കിട്ടുകയും ചെയ്യും. പ്ലസ് ഡേറ്റ്സ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇതിനകത്തേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വാൾനട്ട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. വാൾനട്ട്സ് ഒരു 1/3 കപ്പ്, 1/3 കപ്പ് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ആമണ്ട്സോ അല്ലെങ്കിൽ കാഷ്നട്ട്സോ ഒക്കെ ഉപയോഗിക്കാം. ഈ മിക്സ്ചർ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മാവിൻ്റെ കട്ടകളോ ഒന്നുമില്ല, എല്ലാം ഈവനായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനിയും ഇതൊരു ട്രെയിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രെയിൽ ചുമ്മാ ഒരു ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ചുമ്മാ ഇട്ടിട്ടേ ഉള്ളൂ. അതിലേക്ക് ഒഴിക്കും.
ഇവിടെ യൂസ് ചെയ്തേക്കുന്ന 7 ഇഞ്ച് പാനാണ്, 7 ഇഞ്ച് സ്ക്വയർ പാനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിൽ വെച്ചിട്ട് ഒരു 30-35 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കും. നമ്മുടെ ക്യാരറ്റ് കേക്ക് അവനിലിരിക്കുന്ന സമയം കൊണ്ട് നമുക്കൊരു ഐസിങ് പ്രിപ്പയർ ചെയ്യാം. ഐസിങ് നിർബന്ധമില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഒക്കേഷനിലൊക്കെ ചെയ്യണമെങ്കിൽ മാത്രം ഐസിങ് ചെയ്താൽ മതി. ഐസിങ് ഇല്ലാണ്ട് ഈ കേക്ക് ഒത്തിരി നല്ലതാണ്. അപ്പോൾ ഐസിങ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ബട്ടർ ഞാനൊരു 50 ഗ്രാം ബട്ടർ ഉപയോഗിക്കുന്നത്, ഉപ്പില്ലാത്ത ബട്ടർ. ബട്ടർ തന്നെ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. ബട്ടർ തന്നെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഐസിങ് ഷുഗർ ചേർക്കാം. ഐസിങ് ഷുഗർ എടുക്കുമ്പോൾ എപ്പോഴും അടഞ്ഞു വെക്കുക, ഇച്ചിരി എക്സസ് എടുത്ത് വെക്കുക, നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. 3/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ്, അതുകൊണ്ട് ഇതിനകത്തേക്ക് ചേർക്കാം. ഐസിങ് ഷുഗറായിട്ട് കിട്ടും, അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനകത്ത് ഷുഗറിൻ്റെ തരി ഒട്ടും ഇല്ലാണ്ടാകുന്ന വരെ ബീറ്റ് ചെയ്യാം. ഇവിടെ ഷുഗറൊക്കെ നന്നായിട്ട് ഡിസോൾവ് ആയി. ഇനി നമുക്കൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആഡ് ചെയ്യാം. എപ്പോഴും മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നതല്ല. കുറച്ച് വാനില എസൻസ്, ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ക്രീം ചീസ് കൂടെ ചേർക്കാം. ക്രീം ചീസ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 35 ഗ്രാമാണ്. ഇതോടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ക്രീം ചീസ് ചേർത്ത് ഒരുപാട് നേരം ബീറ്റ് ചെയ്ത് തന്നെ വെള്ളം പോലെ ആവും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കിയിട്ട് ബീറ്റ് ചെയ്യുക. ഒന്ന് സൈഡ്സ് എല്ലാം ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് വീണ്ടും ഒന്ന് സ്മൂത്ത് ആകുന്ന വരെ മിക്സ് ചെയ്യുക. ഇപ്പോൾ അത്യാവശ്യം സ്മൂത്തായി. ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഒന്നുകൊണ്ടൊന്ന് ഫേം ആവും. അതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കുക. കേക്ക് അവനിൽ നിന്ന് എടുത്ത് കൂളാൻ വെച്ചേക്കുമായിരുന്നു. ഐസിങ്ങും റെഡിയാണ്. നമുക്കിതൊന്ന് ഐസ് ചെയ്യാം. ഇത് വളരെ സിമ്പിളായിട്ടൊരു ഐസിങ് ആണ് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് കേക്കാണ്. ഐസിങ് ആവശ്യമില്ല ഈ കേക്കിന് ശരിക്കും പറഞ്ഞാൽ. നമ്മളൊരു ബർത്ത്ഡേസോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐസിങ് ചെയ്താൽ നല്ലതാണ്. ഫ്രിഡ്ജ് വെച്ചപ്പോഴത്തേക്ക് ക്രീം ചീസ് ഐസിങ് കണ്ട് ഇച്ചിരി നല്ല തിക്കായി. നിങ്ങൾ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഐസിങ് ചെയ്യുമ്പോൾ എപ്പോഴും കേക്ക് നന്നായിട്ട് കൂളായിരിക്കണം. ചെറിയ ചൂടെങ്കിലും ഉണ്ടെങ്കിൽ ഈ ബട്ടറും ചീസും എല്ലാം മെൽറ്റാവും, ക്രീം ചീസും. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഐസിങ് എപ്പോഴെങ്കിലും ലൂസായെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജ് വെക്കുക. ഒരു 5-10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ചാൽ മതി. അത് വീണ്ടും തിക്കായിക്കോളും. നമ്മൾ സൈഡിലേക്ക് കൊടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടൊരു ലെയർ ഓഫ് ഐസിങ് കൊടുക്കുക. നല്ല തിക്കായിട്ട് ഐസിങ് കൊടുത്തു. ഒന്ന് സ്മൂത്ത് ആക്കിയ ശേഷം നമുക്ക് സ്പാറ്റില വെച്ചിട്ട് ലൈൻസ് കൊടുക്കാം. നല്ല തിക്കായിട്ട് ഐസിങ് ഇല്ല എങ്കിൽ നമ്മുടെ കേക്ക് എക്സ്പോസ്ഡ് ആവും. നല്ല തിക്കായിട്ട് ഐസിങ് കൊടുത്ത ശേഷം ഞാൻ ചെയ്യാം. ക്രീം ചീസ് തേച്ച ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കുക, എന്നാലേ ഒന്ന് ഫേം ആകത്തുള്ളൂ. അതിനുശേഷം സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം, നീറ്റായിട്ട് കിട്ടാനായിട്ട്. നല്ല മോയ്സ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് കേക്കാണ്. അതിൻ്റെ കളറും ഒക്കെ കണ്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് വെക്കാം. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാൾനട്ട്സ് ഇതുപോലെ ചോപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ വാൾനട്ട്സ് ഹോളായിട്ട് വെച്ച് അറേഞ്ച് ചെയ്യാം.
ഇതേപോലെ സെർവ് ചെയ്യാം. നമ്മുടെ ക്യാറ്റ് ആൻഡ് ഡേറ്റ് കേക്ക് വിത്ത് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഇതേപോലെ സെർവ് ചെയ്യാം. സിമ്പിളാണ്, പക്ഷേ എലിഗൻ്റ് ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനാണിത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. നല്ല ടേസ്റ്റി ആൻഡ് മോയിസ്റ്റ് കേക്കാണ്. പ്ലസ് അതിൻ്റെ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് കൂടെ വരുമ്പോൾ ചെറിയൊരു പുളിപ്പ് എല്ലാം വരുമ്പോഴത്തേക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാസിക് കോമ്പിനേഷനാണ് എപ്പോഴും ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ്. അപ്പോൾ ഞാൻ ആ ക്ലാസിക് ഇതിൽ നിന്ന് ഇച്ചിരി വ്യത്യാസമായിട്ടാണ് എൻ്റെ ഐസിങ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. നല്ല വീഡിയോസിൽ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.